ദേശീയ ഗെയിംസിൽ കേരളത്തിന് 5ാം മെഡൽ. ബീച്ച് ഹാൻഡ്ബോളിൽ വനിതാ ടീം വെള്ളി മെഡൽ നേടി. ഫൈനലിൽ ഹരിയാനയോടാണ് കേരളം പരാജയപ്പെട്ടത്. മഹേഷ് പോലൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മഹേഷ്, കേരളം ഒരു ചെറിയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു ദേശീയ ഗെയിംസിൽ എന്ന് മനസ്സിലാക്കണം. ഇന്നിനിപ്പോഴുള്ള പ്രധാന മത്സരങ്ങൾ ഏതൊക്കെയാണ്? എന്താണ് പോയിന്റ് നില? ധന്യ, ഇന്ന് ആദ്യ സന്തോഷം എന്ന് പറയുന്നത് കേരളത്തിന് വെള്ളി മെഡൽ ലഭിച്ചു എന്നുള്ളതാണ്. ബീച്ച് ഹാൻഡ്ബോളിൽ കേരളത്തിന് വെള്ളി മെഡൽ ലഭിച്ചു. ഫൈനലിൽ ഹരിയാനയായിരുന്നു, നിലവിലെ ചാമ്പ്യന്മാരായ ഹരിയാനയായിരുന്നു കേരളത്തിന്റെ എതിരാളികൾ. വളരെ ശക്തരായ ടീമാണ് ഹരിയാനയോട് കേരളം 2 സെറ്റിലും 2 പകുതികളിലുമുള്ള ഭാഗങ്ങളിലും കേരളം പരാജയപ്പെട്ടു. എടുത്തു പറയേണ്ടത് കേരളത്തിന്റെ ഗോൾ കീപ്പർ ഐശ്വര്യ ഇന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഐശ്വര്യയുടെ മിന്നുന്ന പ്രകടനമായിരുന്നു കേരളത്തിന് ജയം സമ്മാനിച്ചത്. അസമിനെതിരെയുള്ള സെമി ഫൈനൽ മത്സരത്തിൽ പെനാൽറ്റി തടുത്തിട്ട് ഐശ്വര്യായിരുന്നു കേരളത്തെ ഫൈനലിൽ എത്തിച്ചത്. ശാരീരിക അസ്വസ്ഥതകൾ ഐശ്വര്യ ഇന്ന് കളിച്ചില്ലായിരുന്നു. അശ്വതിയും അൽഫോൺസയും അടങ്ങുന്ന സംഘം വളരെ പൊരുതി കളിച്ചെങ്കിലും പക്ഷെ കരുത്തരായ ഹരിയാനയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയപ്പോൾ വെള്ളി മെഡൽ ബീച്ച് ഹാൻഡ്ബോളിൽ കേരളം ഉറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് എടുത്തു പറയേണ്ട മത്സരം എന്ന് പറയുന്നത് നമ്മൾ കാത്തിരിക്കുന്നത് വോളിബോൾ മത്സരമാണ്. വനിതാ വോളിബോളിൽ കേരളം കർണാടകയെ നേരിടും. പുരുഷ വോളിബോളിലും കേരളം കർണാടകയെ നേരിടുന്നുണ്ട്. വൈകിട്ട് 3 മണിക്കാണ് ഈ 2 മത്സരങ്ങളും ആരംഭിക്കുന്നത്. വനിതകൾ വിജയിച്ചു കഴിഞ്ഞാൽ നേരെ സെമിയിൽ പ്രവേശിക്കും. പുരുഷ വോളിബോളിൽ ഇന്ന് കേരളത്തിന് ജയം അനിവാര്യമാണ്. സെമി കടക്കാൻ ജയം അനിവാര്യമാണ്. ഒപ്പം തന്നെ പുരുഷ വാട്ടർ പോളോയിലും ഇന്ന് കേരളത്തിന്റെ മത്സരം ഇപ്പോൾ നടക്കുകയാണ്. കേരളവും ഹരിയാനയും തമ്മിലാണ് വാട്ടർ പോളോ മത്സരം നടക്കുന്നത്. വനിതകളുടെ വാട്ടർ പോളോയിൽ കേരളം ഒഡീഷയെ നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ 3x3 വുമൻസ് ബാസ്കറ്റ് ബോളിൽ കേരളം പഞ്ചാബ് മത്സരം ഇന്ന് നടക്കാനുണ്ട്. 3 മണിക്കാണ് ആ മത്സരം. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിലെത്താണ് കേരളത്തിന്റെ ശ്രമം. എന്തായാലും ഇന്ന് കൂടുതൽ മെഡൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ വോളിബോൾ കോർട്ടിൽ നിന്ന് സെമി ഫൈനലിലേക്ക് കേരളത്തിന്റെ വനിതകൾ കടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ നടന്ന നീന്തൽ മത്സരങ്ങളിലും ഒപ്പം സൈക്ലിംഗിലും ഒന്നും കേരളത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഒരു വെള്ളി മെഡൽ വെള്ളിത്തിളക്കത്തിലാണ് ഇന്ന് തുടങ്ങിയത് തന്നെ.